ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതാണ്. അതായത് നമ്മൾ സാധാരണ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ നമുക്ക് നിരവധി പ്രൊഫൈലുകൾ കാണാൻ സാധിക്കും അല്ലെ. മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം പ്രൊഫൈൽസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. ആ പ്രൊഫൈലിന്റെ അവിടെ നമുക്ക് പ്രൊഫൈൽ പിക്ചറും കാണാൻ വേണ്ടി സാധിക്കും. ആ പ്രൊഫൈൽ പിക്ചറിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ എന്തെല്ലാം ഓപ്ഷൻസ് ആണ് നമുക്കത് വരുന്നതെന്നുള്ള ആ ഓപ്ഷനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. പലർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഡൗട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കി നോക്കുക. ഇത് എല്ലാം അറിയുന്ന ആളുകളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ അറിയാത്തവരാണെങ്കിൽ ഈ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെല്ലാം അറിയും അല്ലെങ്കിൽ ഏതെല്ലാം അറിയില്ല എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പിലുള്ള നല്ലൊരു ഓപ്ഷനാണിത്. ഇതെല്ലാവർക്കും അറിയുമോ എന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പ്രൊഫൈലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഓരോരോ ഫ്രണ്ട്സുകൾ, റിലേറ്റീവ്സ് എല്ലാവരുടെയും ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഞാൻ കാണിച്ചിരുന്നത് നമുക്ക് ഈ ഒരു പ്രൊഫൈലിൻ്റെ മേലെ ഒന്ന് ആ റൗണ്ടിൽ കാണിക്കുന്ന പിക്ചർ കാണുന്നില്ല. അവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് നോക്കാം. അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാനത് ലോങ് പ്രസ് ചെയ്തു. ലോങ് പ്രസ് ചെയ്തിട്ട് ഏറ്റവും മുകളിലുള്ള പിൻ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിയാത്തവർ മനസ്സിലാക്കുക. പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മെസ്സേജുകൾ നമുക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 വ്യക്തികളെ നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെസ്സേജ് ബാക്കിയുള്ള മെസ്സേജിനുള്ളിൽ കുടുങ്ങിയിട്ട് കാണാത്ത അവസ്ഥ വരില്ല. ഇവരുടെ എപ്പോഴും മുകളിൽ വന്നു നിൽക്കും. ഇത് രണ്ടാമതായിട്ട് ഞാൻ വൈഫിൻ്റെ എൻ്റെ പ്രൊഫൈൽ ഞാനൊന്ന് ലോങ് പ്രസ് ചെയ്യുകയാണ്. ലോങ് പ്രസ് ചെയ്തിട്ട് ആ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മേലെ ഒന്ന് പിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈൽ മുകളിലേക്ക് വന്നു. അപ്പോൾ രണ്ടെണ്ണം പിൻ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമതൊന്ന് ഞാൻ പിൻ ചെയ്യുകയാണ്. മൂന്നാമത് ലാസ്റ്റിലേക്ക് കുറേ താഴേക്കുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ ഇതേപോലെ തന്നെ പിൻ ചെയ്ത് കാണിച്ചു തരാം. മൂന്നാമത് ഞാനൊന്ന് ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ എടുത്തിട്ട് ലോങ് പ്രസ് ചെയ്തു. അതേപോലെ തന്നെ മുകളിൽ പിൻ ചെയ്തു. അപ്പോൾ നമുക്ക് 3 പ്രൊഫൈലുകൾ ഞാൻ ഇതേപോലെ 3 ആളുകളുടെ കോൺടാക്ട്സ് ഇതേപോലെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നാലാമതൊന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്തു. പിൻ ചെയ്യുന്ന സമയത്ത് പറയുന്നത് കണ്ടില്ലേ, 3 എണ്ണം ഓൾറെഡി പിൻ ചെയ്തിട്ടുണ്ട്, 4ാമത്തെ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ 3 എണ്ണം നമുക്ക് പിൻ ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ നമുക്ക് ഇത് അൺപിൻ ചെയ്യാണ്. നമുക്കിത് വേണ്ട, ഇനി അതിന് പകരം വേറെ ആൾ വേണ്ടതെങ്കിൽ നമുക്ക് ആ പിൻ ചെയ്തതിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്തിട്ട് മുകളിൽ ഒന്ന് അൺപിൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ലോങ് പ്രസ് ചെയ്യുക, മുകളിൽ അൺപിൻ കൊടുക്കുക. അതോടുകൂടി ആ പിന്ന് നമുക്ക് പോകുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഇതേപോലെ നമുക്ക് അൺപിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ലിസ്റ്റ് താഴെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അൺപിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി രണ്ടാമതായിട്ട് പ്രൊഫൈലിന് മേലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു പ്രൊഫൈലിൽ നമുക്ക് ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനുള്ള ഓപ്ഷനാണ് ഡിലീറ്റ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ. അതും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രൊഫൈലിൽ നിന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഒരു ബെല്ലിൻ്റെ ഐക്കൺ, അതായത് നോട്ടിഫിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചില സമയത്ത് കാണാൻ നമുക്ക് നോട്ടിഫിക്കേഷൻ അതിൻ്റെ ബീപ്പ് സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വല്ലാതെ ശല്യപ്പെടുത്തും. അത് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇവിടെ നമുക്ക് 8 മണിക്കൂറിലേക്ക് നമുക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക്, അല്ലെങ്കിൽ ഓൾവേസ്. അപ്പോൾ ഓൾവേസ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ ഉപകാരപ്പെടുന്ന വളരെ ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വല്ലാതെ ശല്യം വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി അടുത്തതായിട്ട് പ്രൊഫൈലിൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് ഇവിടെ നമുക്ക് കാണാം ഒരു കണ്ടില്ലേ ആർക്കൈവ് ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു ആർക്കൈവ് ചെയ്തപ്പോൾ ആ ഒരു ചാറ്റിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട്. ഇനി ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആർക്കൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്കൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ കണ്ടേ ഇവിടെ വന്നിട്ടുണ്ട്. ലോങ് പ്രസ് ചെയ്യുക, മുകളിൽ ആ ആർക്കൈവ് തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്കത് തിരിച്ച് നമ്മുടെ ലിസ്റ്റിലേക്ക് തന്നെ, ചാറ്റിൻ്റെ ലിസ്റ്റിലേക്ക് തന്നെ അത് പിന്നെയും വരുന്നതാണ്. ഇനി അടുത്തതായിട്ട് 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മോർ ഓപ്ഷൻസ് കാണിക്കും. അതിൽ ആഡ് ചാറ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചാറ്റ് ഷോർട്ട് കട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഡെസ്ക്ടോപ്പിലേക്ക്, നമ്മുടെ ഫോണിൻ്റെ ഹോം പേജിലേക്ക് ഈ ആളുടെ പേര് അവിടേക്ക് വരും. അപ്പോൾ നമുക്ക് ചാറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വ്യൂ കോൺടാക്റ്റ്, ഈ വ്യക്തിയുടെ കോൺടാക്റ്റ്, അവരുടെ പേര് കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവരയച്ച ഫോട്ടോസ് കാര്യങ്ങളൊക്കെ മീഡിയ ലിങ്ക് എന്ന് പറഞ്ഞാൽ താഴെ ഓപ്ഷനിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഒരു ഓപ്ഷനെ കൊണ്ടുള്ള ഗുണം. പിന്നെ വ്യൂ കോൺടാക്റ്റിൻ്റെ ഗുണം. ഇനി അടുത്തതായിട്ട് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ 3 ഡോട്ട്സ് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ആസ് അൺറീഡ്, അതായത് നമുക്ക് ഈ ഒരു ചാറ്റിൽ നിന്ന് ഈ ഒരു വ്യക്തി നമുക്ക് മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് നമുക്ക് വായിക്കാനുള്ള സമയം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് മാർക്ക് ആസ് അൺറീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ആ കണ്ടില്ലേ ആ ഒരു ഡോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ ഇതിൻ്റെ ലോങ് പ്രസ് ചെയ്യുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഓൾ, ജസ്റ്റ് സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം കണ്ടില്ലേ എല്ലാ പ്രൊഫൈലുകളും എല്ലാ അത് കണ്ട് സെലക്ട് ആയതുണ്ടല്ലേ, എല്ലാ കോൺടാക്ട്സും നമുക്ക് സെലക്ട് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ആ ഒരു പ്രൊഫൈൽ പ്രസ് ചെയ്യുക, 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ചാറ്റ് മാത്രമായിട്ട് അതിലുള്ള രഹസ്യങ്ങളൊന്നും ആരും കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ചാറ്റ് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ ഒരു പാസ്വേഡ് കൊടുത്തുകൊണ്ട് നമുക്കതിനെ ചാറ്റ് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ ആ പ്രൊഫൈലിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ല, ഇത് ലോക്ക് ചെയ്യുന്നത് നമ്മളെപ്പോഴും തമ്പ് വെച്ചിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ പ്രൊഫൈലിൽ നിന്ന് ലോങ് പ്രസ് ചെയ്യുക, ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ ആഡ് ടു ഫേവറേറ്റ് എന്ന് കൊടുക്കാം. നമുക്ക് എപ്പോഴും ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ ആഡ് ടു ഫേവറേറ്റ്, കുറച്ച് ആളുകളൊക്കെ നമുക്ക് ആഡ് ടു ഫേവറേറ്റിലേക്ക് കൊടുക്കാം. ഇനി നമുക്ക് അവരെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കോൾസിൻ്റെ താഴെയുള്ള ലിസ്റ്റ് കാണുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവർ അവിടെ ഒരു ഫേവറേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുകളിൽ വന്നിട്ടുണ്ട്. അവിടെ ആ ഒരു പ്രൊഫൈൽ ആഡ് ടു ഫേവറേറ്റിൽ വന്ന് കിടക്കുക. ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക, മേലെ ഡിലീറ്റ് കൊടുത്താൽ ഫേവറേറ്റ്സ് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ആ പ്രൊഫൈലിൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക, 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ബ്ലോക്ക് കൊടുക്കുക. ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ മെസ്സേജുകളോ അല്ലെങ്കിൽ ചാറ്റ്സുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു പ്രൊഫൈലിൽ നമുക്കുണ്ട്. ഇത് പലരും അറിയാത്തവരാണ് ഉള്ളത്. അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം അറിയുന്നുള്ളതും അറിയാത്തവരാണെങ്കിൽ ഏതെല്ലാം അറിയില്ല എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ